ഗർഭഛിദ്ര ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ നമ്മളെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന വീഡിയോ ശബ്ദ സന്ദേശങ്ങളാണ്. അപ്പോൾ ഫോൺ കോളിൽ ഭീഷണിയുടെ രൂപത്തിലും മറ്റുമൊക്കെ ഗർഭഛിദ്രത്തിന് യുവതികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഭീഷണിയുടെ സ്വരം മുഴക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇരയായ യുവതികളിൽ ഒരാൾ അശാസ്ത്രീയമായ ഗർഭ ആലസിപ്പിക്കലിന് നിർബന്ധിതമായി എന്ന വാർത്തയാണ് വരുന്നത്. അത് 16 ആഴ്ച പിന്നിട്ട ശേഷമാണ് ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കപ്പെടുന്നത്. ഈ പെൺകുട്ടി നിർബന്ധിത ഗർഭഛിദ്രത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തുക്കൾ മുഖേന യുവതിക്ക് ഗുളികകൾ കൈമാറി എന്ന വിവരം ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത, യുവതിയുടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാകുന്ന തരത്തിലുള്ള ഗുളികകൾ ഉപയോഗിച്ച് നിർബന്ധിതമായി ഗർഭഛിദ്രം നടത്തിയെന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മരുന്നുകളാണ് സുഹൃത്തുക്കൾ മുഖേന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിക്ക് നൽകിയത് എന്നതാണ് മനസ്സിലാകുന്നത്. അതേ തുടർന്ന് യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഈ യുവതി വിധേയമായി എന്നതിന്റെയും വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് കൂടുതൽ മുറുങ്ങുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹായത്തിനായി ഇടപെട്ടിട്ടുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അത് ഒരാൾ വ്യവസായിയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. മറ്റ് ഒരു സുഹൃത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഈ യുവതികളെ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അപ്പോൾ എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്ന് നോക്കിയാൽ, ഈ ഡോക്ടറുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നു. അതിനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യുവതിയെ ചികിത്സിച്ച തിരുവനന്തപുരത്തെ ഡോക്ടറുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. രാഹുലിനെ സഹായിച്ച സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ സംഘം നീക്കം നടത്തുന്നു. രാഹുലിന്റെയും അടുത്ത സുഹൃത്തുക്കളുടെയും കോൾ ഡേറ്റ റെക്കോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. MLA ആയതിനു ശേഷം പോലും വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ പല വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ആരോപണങ്ങളും സംശയങ്ങളും കൂടി ബലപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയ്ക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി എടുക്കുകയാണ് അന്വേഷണ സംഘം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പരാതികളിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നൽകപ്പെട്ട പരാതികളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ജീനയിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരാതി നൽകിയ വ്യക്തിയാണ് ജീന. ഈ ജീനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ ജീന ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 13 ലക്ഷം രൂപ തട്ടി എന്ന കേസിലെ പ്രതിയാണ് ഈ ജീന എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രാഹുൽ വിവാദത്തിൽ ഗൂഢാലോചന നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജീന ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പരാതികളിൽ ചിലത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള പരാതിയാണ്. അതിൽ ഒന്നാണ് ഈ ജീന നൽകിയിരിക്കുന്ന പരാതി. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്നതാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വിവരങ്ങൾ മാധ്യമങ്ങളോട് ജീന നിഷേധിച്ചിട്ടുണ്ട്. താൻ നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജീന വെളിപ്പെടുത്തിയത്. പക്ഷേ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതാണ് വന്നിട്ടുള്ള വിവരം. ജീന സജി തോമസിനെ കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ തന്നെയാണ്
നേരത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഈ ജീനയ്ക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ പ്രവർത്തകയല്ല എന്നതാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ ഇവർക്ക് ജീന സജി തോമസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർ സ്വയം അവകാശപ്പെടുന്നത് താനൊരു പാർട്ടി അനുഭാവിയാണ് എന്നതാണ്. ആ രീതിയിൽ രാഹുലിനെ തനിക്ക് അടുത്തറിയാം, അതുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്ന പരാതികളിൽ തനിക്ക് സംശയമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്നതാണ് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട പരാതി എന്ന നിലയിൽ വേണം ജീനയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെ കാണാൻ. അവിടെ ഇന്നലെ ജീനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് എങ്കിൽ പോലും ജീനയുടെ പശ്ചാത്തലം പരിശോധിച്ച അന്വേഷണ സംഘം ജീന നൽകിയിട്ടുള്ള വിവരങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തട്ടിപ്പ് കേസുകളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ജീന. അപ്പോൾ ഈ ജീന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന പരിശോധന കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇവർ ഈ നൽകുന്ന വിവരങ്ങളിൽ കാര്യമായി ഒന്നും ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നതുകൂടിയാണ് അറിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചതിന്റെ ഒരു ശബ്ദഭാഗം, ടെലിഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗം രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നു. അത് പല മാധ്യമങ്ങളും വാർത്തയാക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് രാഹുൽ ഈശ്വർ തന്നെ ആ കാര്യങ്ങൾ പിൻവലിച്ചിരുന്നു. അതിൽ ഗുളികകൾ കഴിക്കുന്നതിന്റെയും ഉറങ്ങാൻ കഴിയാത്തതിന്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചിരുന്നവരുടെ പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് അനുഭാവം തോന്നുന്ന തരത്തിൽ ഉള്ള ഒരു ശബ്ദമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭാഷണ ഭാഗമായിരുന്നു ഷെയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത യുവ നേതാവിന്റെ വലിയ വേദനകളെക്കുറിച്ചാണ് ആ ശബ്ദ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് കണ്ട് അത് പിൻവലിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തതിന്റെ വിഷമം അനുഭവിക്കുന്ന, ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കുന്നതിന്റെ വിഷമം അനുഭവിക്കുന്ന യുവ നേതാവ് ഒരു യുവതിയുടെ ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള ഗുളിക നൽകിക്കൊണ്ട് ഗർഭഛിദ്രത്തിന് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ആരോഗ്യ പ്രശ്നം മൂലം അവർക്ക് ചികിത്സ തേടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ യുവതിയെ തന്നെയാണോ എന്നറിയില്ല, എന്തായാലും ഫോണിലൂടെ കൊല്ലാൻ നിമിഷങ്ങൾ മതി എന്ന് ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കേട്ടതാണ്. അത് ഗർഭഛിദ്രത്തിന് വഴങ്ങിയില്ലെങ്കിൽ, കൊന്നു കളയാനാണെങ്കിൽ തനിക്ക് എത്ര സമയം വേണം എന്ന കാര്യം ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ കൊല്ലാൻ മടിയില്ല എന്നത് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ആ യുവതിയുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള ഗുളികകൾ എത്തിച്ചു നൽകി ഗർഭഛിദ്രത്തിന് അവരെ വിധേയമാക്കിയിരിക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. ഉറങ്ങാൻ കഴിയാത്തതിന്റെ വിഷമം അനുഭവിക്കുന്ന MLAക്ക് ഒരു ആളുടെ ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം മരുന്ന് കൊടുത്തയച്ച ആ അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയെക്കുറിച്ച് എന്ത് പറയാനുണ്ട് ഈ MLA അനുകൂലിക്കുന്നവർക്കുൾപ്പെടെ എന്നതാണ് ചോദിക്കാനുള്ളത്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായ വിവരശേഖരണങ്ങൾ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയാണ്.